കൊച്ചി കപ്പൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് മറ്റന്നാൾ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സൗത്ത് പോലീസിന്റെ തീരുമാനം. നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന കപ്പലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടെ മൊബൈലിൽ പകർത്തുകയും സമൂഹ മാധ്യമം വഴി കൈമാറുകയും ചെയ്തതിനെ തുടർന്നാണ് ശ്രീനിഷിനെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി കപ്പൽശാലയിൽ കരാർ വ്യവസ്ഥയിൽ ഇലക്ട്രോണിക് മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെയാണ് ഔദ്യോഗിക രഹസ്യം ചോർത്തിയതിന് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാവികസേനയുടെ നിർമ്മാണത്തിലുള്ള കപ്പലിൻ്റെ തന്ത്രപ്രധാന ഭാഗങ്ങളുടെ ചിത്രമെടുത്തതിന് പുറമെ പ്രതിരോധ കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയുടെ വരവ്, അറ്റകുറ്റപ്പണികൾ, അവയുടെ സ്ഥാനവിവരങ്ങൾ, VVIPകളുടെ സന്ദർശന വിവരങ്ങൾ, കപ്പലിനുള്ളിലെ വിവിധ സംഭവങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും ഇയാൾ മൊബൈലിൽ പകർത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൂടാതെ പകർത്തിയ ദൃശ്യങ്ങൾ ഏഞ്ചൽ പായൽ എന്ന സമൂഹമാധ്യമ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും വ്യക്തമായിരുന്നു. കഴിഞ്ഞ മാർച്ച് മുതൽ ഡിസംബർ 19 വരെയുള്ള കാലയളവിലായിരുന്നു സംഭവം. ഇന്റലിജൻസ് ബ്യൂറോ, കപ്പൽശാലയിലെ ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം എന്നിവയുടെ അന്വേഷണത്തിലാണ് സംഭവം കണ്ടെത്തിയത്. ശത്രുരാജ്യത്തിന് ഉപകാരപ്രദമാകും വിധം ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തിയെന്ന കപ്പൽശാല സെക്യൂരിറ്റി ഓഫീസറുടെ പരാതി പ്രകാരം സൗത്ത് പോലീസ് കേസെടുത്ത് ശ്രീനിഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ട് ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് കപ്പലിൻ്റെ ചിത്രങ്ങൾ അയച്ചതെന്നാണ് ശ്രീനിഷിൻ്റെ മൊഴി. ഏഞ്ചൽ പായൽ എന്നത് വ്യാജ പേരാണോ എന്ന് സംശയിക്കുന്ന പോലീസ് അക്കൗണ്ടിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായാണ് ശ്രീനിഷിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം സമൂഹമാധ്യമ അക്കൗണ്ട്, ഫോൺ കോളുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ കേസുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നിന്നൊരാളെ പിടികൂടിയതായി സൂചനയുണ്ട്. ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കൈരളി ന്യൂസ്, കൊച്ചി.